അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മളെ മക്കളെ പറ്റിയിട്ടുള്ളതാണ്. നമ്മളെ മക്കളെ ആൺകുട്ടികളാണെങ്കിൽ പോലും അവരെ മുട്ടായി കൊടുത്തിട്ടും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്തും അവരെ വശത്താക്കിയിട്ട് അവരുടെ അടിമകളാക്കുന്ന കുറച്ച് ആളുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഉണ്ടായ സംഭവമാണ് ഞാൻ പറഞ്ഞത്. ആനക്കര ഭാഗത്ത് ഉണ്ടായ സംഭവമാണ് പറയണത്. ഇതുപോലൊരു കുട്ടീനെ അവർ ഒരു 10-13 വയസ്സായ ആൺകുട്ടിയാണ്. അതിനവർ മിഠായി കൊടുത്തിട്ടും അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അതിനവർ നമുക്കിപ്പോൾ ഒരാൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി തരുമ്പോൾ നമുക്ക് അവരോടൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നുമല്ലോ. അങ്ങനെ എല്ലാതും വാങ്ങിക്കൊടുത്ത് ലാസ്റ്റ് അവനെ അവർ വേണ്ടാത്ത രീതിയിൽ ഉപദ്രവിച്ച്. അപ്പോൾ ആ 13 വയസ്സായ ആൺകുട്ടിനെ ഉപദ്രവിച്ചത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ആൺ തന്നെയാണ് അവനെ ഉപദ്രവിച്ചത്. അപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, നമ്മൾ ആമക്കളെയും നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ആ കുട്ടീനെ പാവം അത്രയും ഉപദ്രവിച്ച് ഏതോ കുന്നിൻ്റെ മുകളിലും പാറപ്പുറത്തും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെ മക്കളൊന്നും നമ്മൾ പുറത്ത് വിടണ്ട. എന്താ നമ്മൾ രക്ഷിതാക്കൾ ചെയ്യല്ലേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ? കുട്ടികൾക്ക് എന്തായാലും പുറത്ത് പോകണം, സ്കൂളിൽ പോകണം, മദ്രസയിൽ പോകണം. അപ്പോൾ നമ്മുടെ വീട്ടിലെന്തെങ്കിലും പ്രാരാബ്ധം വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ മക്കൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വാങ്ങി തരുമ്പോൾ അത് സ്വീകരിക്കാൻ അതിനൊന്നും നിൽക്കണ്ട. കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മക്കളെ. അപ്പോൾ ആരെന്ത് തന്നാലും വാങ്ങരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് പറയുക, അവർ രക്ഷിതാക്കൾ വാങ്ങി തരുമെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ നമ്മളെ ജീവിതം. അപ്പോൾ ആണായാലും പെണ്ണായാലും പണ്ടൊക്കെ നമ്മൾ പറയും ആണാണെന്നുണ്ടെങ്കിൽ പേടിക്കണ്ടെന്ന്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെയും നമ്മൾ പേടിച്ച് സംരക്ഷിക്കേണ്ട ഒരു സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒക്കെ കണക്കാണ് ഇന്നത്തെ കാലത്ത്. ഒന്നിനെയും വെറുതെ വിടുന്നില്ല. അതിപ്പോൾ ചോര പൈതലാണെങ്കിൽ പോലും അതിനെ പോലും വെറുതെ വിടുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മളെ മക്കളെ നല്ല രീതിയിൽ സംരക്ഷിക്കുക. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സ്കൂളിൽ പോകുമ്പോഴും മദ്രസയിൽ പോകുമ്പോഴും ആരെന്ത് തന്നാലും വാങ്ങരുത്. പിന്നെ നമ്മളിങ്ങനെ മക്കളിനെ ഒരു 14-13 വയസ്സായ മക്കളിലും നമ്മളിങ്ങനെ പുറത്ത് വല്ലാതെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് വിടാൻ നിൽക്കണ്ട. അവർ പല കൂട്ടുകെട്ടിലും ഇതിലൊക്കെ വീഴും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ മക്കളുടെ ഭാവിയും സുരക്ഷിതമാവും. അപ്പോൾ ഇന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നിയിട്ട് അങ്ങനെ ഒരു വിവരം അറിഞ്ഞപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നല്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.